Good morning. I'm Dr. Ashwin Padmanabhan, interventional radiologist. Interventional radiology എന്നുള്ള സബ്ജക്റ്റ് ആക്ച്വലി എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് പറയുമ്പോൾ പോലും അവർക്ക് ഒരു ജോക്കാണ്. അവർക്ക് എന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ എന്താണ് ഞാൻ പഠിച്ചതെന്ന്, അല്ലെങ്കിൽ ഞാൻ എന്താ ട്രീറ്റ് ചെയ്യുന്നതെന്ന് അതിനെക്കുറിച്ചൊന്നും അവർ ക്ലിയർ ആയിരുന്നില്ല. അത് പബ്ലിക്കിൽ നോക്കുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇന്റർനാഷണൽ റേഡിയോളജി എന്ന സബ്ജക്റ്റ് എന്താണെന്നോ അത് ആരാണെന്നോ എന്താ ട്രീറ്റ് ചെയ്യുന്നതെന്നോ ഒന്നും അതിനെക്കുറിച്ച് അവയർനെസ് ഇല്ല. പല ആൾക്കാരും എന്നോട് ചോദിക്കുന്നത് റേഡിയോ റിപ്പയറിംഗ് ആണോ ജോലി, അതേമാതിരി ഏത് റേഡിയോ സ്റ്റേഷനാണ് വർക്ക് ചെയ്യുന്നത് എന്നത് തമാശകളിൽ പോലും വർക്ക് ചെയ്യുന്നത്. മിക്കവാറും ആൾക്കാർ റേഡിയോളജിസ്റ്റ് ആണോ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് പതിവ്. ഇന്റർനാഷണൽ റേഡിയോളജി എന്ന് പറഞ്ഞാൽ ആക്ച്വലി റേഡിയോളജി സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം ഇന്റർവെൻഷൻ സൂപ്പർ സ്പെഷ്യലൈസേഷൻ ചെയ്യുന്നതാണ്. ഒരു പെർട്ടിക്കുലർ ഏരിയ ഓഫ് റേഡിയോളജിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഇന്റർവെൻഷൻ റേഡിയോളജിസ്റ്റ്. ഇതിനെക്കുറിച്ച് ഒരു ക്ലിയർ ആയിട്ട് അറിയണമെങ്കിൽ റേഡിയോളജിയുടെ ഹിസ്റ്ററി എന്താണെന്ന് ആക്ച്വലി ഐഡന്റിഫൈ ചെയ്താലേ അറിയുള്ളൂ. ഈ 1930s 40s റേഡിയോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഹോസ്പിറ്റലിന്റെ ഒരു ഡാർക്ക് കോർണറിൽ ഫോക്കലൈസ്ഡ് ആയിട്ട് അവിടെ മാത്രമുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു. മിക്കവാറും റേഡിയോളജിസ്റ്റ് എക്സ്റേ മാത്രം നോക്കി, അല്ലെങ്കിൽ ബേരിയം സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ എക്സ്റേന്റെ ഒരു ചെറിയ വേരിയേഷൻ മാത്രം നോക്കിയിട്ട് ജീവിക്കുന്ന ആൾക്കാരായിരുന്നു റേഡിയോളജിസ്റ്റ്. ഒരു ഡേ എന്ന് പറഞ്ഞാൽ ഒരു 100 എക്സ്റേ 150 എക്സ്റേ നോക്കിയിട്ട് അതിൽ പറ്റാവുന്ന ഡയഗ്നോസിസ് എല്ലാം ചെയ്തിട്ട് ജീവിക്കുന്ന ആൾക്കാരായിരുന്നു റേഡിയോളജിസ്റ്റ്. അവര് കുറച്ച് കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എക്സ്റേക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. എക്സ്റേയിൽ സോഫ്റ്റ് ടിഷ്യൂ കാണാൻ പറ്റില്ല, വെറും ബോൺ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ മിക്കവാറും അസുഖങ്ങൾ സോഫ്റ്റ് ടിഷ്യൂ ബേസ്ഡ് ആണ്. അതുകൊണ്ട് സോഫ്റ്റ് ടിഷ്യൂ ഒന്നും കാണാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് എക്സ്റേയിൽ വളരെ ചുരുക്കം കാര്യങ്ങളെ പറയാൻ പറ്റുന്നതായിരുന്നു. ഫോർ എക്സാമ്പിൾ, ബ്രെയിനിൽ ബ്ലീഡിങ് സംഭവിച്ചു കഴിഞ്ഞാൽ എക്സ്റേയിൽ ഐഡന്റിഫൈ ഡിഫിക്കൽട്ട് ആണ്. കാരണം എക്സ്റേ എടുക്കുന്ന സമയത്ത് ബ്രെയിൻ എന്ന ടിഷ്യൂ കാണാൻ പറ്റില്ല, സ്കള്ള് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ അത് ബ്ലീഡിങ് കാരണമാണോ അതോ രക്തം കുറഞ്ഞിട്ടാണോ കൂടിയിട്ടാണോ എന്നുള്ള കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പോലും നമുക്ക് അന്ന് ടെക്നോളജി ഉണ്ടായിരുന്നില്ല. അത് ഒരു ഭയങ്കര ഡിസഡ്വാൻറ്റേജ് ആയിരുന്നു മെഡിക്കൽ ഫീൽഡ്. ഫസ്റ്റ് റെവല്യൂഷൻ നടക്കുന്നത് CT സ്കാൻ എന്ന് പറഞ്ഞ ഒരു എക്സ്റേ ടെക്നോളജി തന്നെ ഒരു മോഡിഫിക്കേഷൻ ആണ്. അത് വന്നപ്പോഴാണ് CT സ്കാൻ വന്നപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ ഫസ്റ്റ് റെവല്യൂഷൻ വന്നു. ബ്രെയിനിന്റെ ഉള്ളിൽ എന്താ സംഭവിക്കുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് പറ്റും. അതിനുള്ളിൽ നമുക്ക് ബ്ലീഡ് ആണോ, അറ്റ്ലീസ്റ്റ് രക്തം കുറഞ്ഞിട്ടാണോ അതോ രക്തം കൂടിയിട്ടാണോ എന്ന് സ്ട്രോക്ക് വന്നെന്നുള്ള ഐഡന്റിഫിക്കേഷൻ എങ്കിലും ചെയ്യാൻ പറ്റുന്ന ആണ് ഫസ്റ്റ് റെവല്യൂഷൻ ഇൻ റേഡിയോളജി, CT സ്കാൻ. അത് കഴിഞ്ഞ് ഫിസിക്സിൽ ഒരു മാഗ്നറ്റിക് റെസൊണൻസ് എന്ന് പറഞ്ഞൊരു ടെക്നോളജി വരികയാണ്. അത് ആക്ച്വലി മെഡിക്കൽ ഫീൽഡിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതല്ല, എങ്കിലും മെഡിക്കൽ ഫീൽഡിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രില്യൻ സയന്റിസ്റ്റ് ഐഡന്റിഫൈ ചെയ്തപ്പോഴാണ് MR റെവല്യൂഷൻ തുടങ്ങിയത്. മാഗ്നറ്റിക് റെസൊണൻസ് ഇന്ന് ഇല്ലാത്ത ഹോസ്പിറ്റലുകളില്ല, ഇന്ന് അത് വെച്ച് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഡിസീസസ് ഇല്ല. അത്രയും ഡിസീസസിനും അത്രയും ഒരു ഹോസ്പിറ്റലിന്റെ ഫംഗ്ഷനിങ്ങിനും അത്യാവശ്യമായ കാര്യമാണ് മാഗ്നറ്റിക് റെസൊണൻസ്. അതായിരുന്നു സെക്കൻഡ് റെവല്യൂഷൻ ഇൻ റേഡിയോളജി. ആ ഒരു ഫേസോടെ വന്നപ്പോഴേക്കും റേഡിയോളജി ഒരു ബൂമിങ് സബ്ജക്റ്റായി. ഇനീഷ്യലി ലോവർ റാങ്ക്സിലുള്ള ആൾക്കാർ എടുക്കുന്ന സബ്ജക്റ്റ് മുതൽ ഇപ്പോൾ ടോപ്പ് റാങ്കിങ് ആയ ആൾക്കാർ എടുക്കുന്ന സബ്ജക്റ്റായിട്ട് റേഡിയോളജി മാറാൻ കാരണം തന്നെ CT സ്കാനും MRI ഒരു പരിധി വരെ അൾട്രാസൗണ്ടും വന്ന് ഭൂമിയിലൊന്നാണ്. ഇന്ന് അത് റേഡിയോളജി അതും കഴിഞ്ഞു പോയിരിക്കുന്നു. 1960s 70s ചാൾസ് ഡോട്ടർ എന്ന് പറഞ്ഞൊരു റേഡിയോളജിസ്റ്റ് ഇന്റർവെൻഷൻ ചെയ്യാം എന്ന് ഐഡന്റിഫൈ ചെയ്തതാണ് ഈ റേഡിയോളജി അടുത്ത ഭൂമിന് കാരണം. ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ട്രീറ്റ്മെന്റ് മൊഡാലിറ്റിയാണ്. മുമ്പ് റേഡിയോളജി ഡയഗ്നോസ്റ്റിക് മൊഡാലിറ്റി, അതായത് അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് റേഡിയോളജി യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ അസുഖങ്ങൾ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഓർഗനിൽ സർജിക്കലി എത്തണമെങ്കിൽ നമുക്ക് ഒരു ലെറ്റ്സ് എ ലിവറിൽ ഒരു അസുഖം ഉണ്ടെങ്കിൽ നമുക്ക് സർജിക്കലി എത്തണമെങ്കിൽ ആദ്യം സ്കിൻ ഓപ്പൺ ചെയ്യണം, അത് കഴിഞ്ഞ് വയറിന്റെ ഉള്ളിൽ പോകണം, ലിവറിന്റെ അവിടെ എത്തണം, ലിവറിന്റെ ആ പെത്തോളജി കണ്ടുപിടിച്ചതിന് ശേഷം അത് റിമൂവ് ചെയ്യണം. പക്ഷേ എൻഡോവാസ്കുലറിൽ ഇപ്പോൾ ആ ലീഷന് ഇപ്പോൾ രക്തക്കുഴലുകൾ പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കാലിൽ ഒരു ചെറിയ രക്തക്കുഴലിൽ നമുക്കൊരു സൂചി കുത്തിയിട്ട് രക്തക്കുഴൽ വഴി പോയി സ്കിൻ ഒന്നും ഓപ്പൺ ചെയ്യാണ്ട് നമുക്ക് ലിവറിൽ ആ ലീഷനിൽ എത്താൻ പറ്റുന്ന ടെക്നോളജിയാണ് ഇന്റർവെൻഷണൽ റേഡിയോളജി. അത് ലിവർ മാത്രമല്ല, ബോഡിയുടെ ഒരുവിധപ്പെട്ട എല്ലാ ഭാഗങ്ങളിലേക്കും ഇന്റർവെൻഷണൽ റേഡിയോളജിക്ക് ഇന്ന് എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ട്. 1960s 70s ഇത് ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് ഒരു ഇതിനായിട്ട് വേണ്ട ഇൻസ്ട്രുമെന്റ്സ് ഒന്നും അഡ്വാൻസ്ഡ് അല്ല. അന്ന് കണ്ടുപിടിച്ച് തുടങ്ങിയിട്ടുള്ളൂ. സർജറിക്ക് യൂസ് ചെയ്യുന്ന സ്കാൽപ്പലോ അല്ലെങ്കിൽ ഫോർസെപ്സോ ഒന്നും ഇന്റർവെൻഷന് യൂസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളല്ല. അന്ന് കണ്ടുപിടിച്ച് തുടങ്ങി റിസർച്ച് ചെയ്ത് ഓരോരോ വർഷങ്ങളും പുതിയ പുതിയ ടെക്നോളജി വന്ന് ഇന്ന് 2024 ആകുമ്പോൾ ഇന്റർവെൻഷൻ റേഡിയോളജി ഒരു വൺ ഓഫ് ദി പ്രീമിയം ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കാത്തീറ്റേഴ്സ് ടെക്നോളജി ആണെങ്കിൽ ബലൂൺ ടെക്നോളജി ആണെങ്കിൽ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ട്
ബോഡിയിലെ പല പല ഡിസീസസും ഇന്റർവെൻഷൻ റേഡിയോളജി വഴി സർജറി ഇല്ലാതെ മിനിമലി ഇൻവേസീവ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജി ആയിട്ട് ഇന്റർവെൻഷൻ റേഡിയോളജി മാറിയിട്ടുണ്ട്. നിങ്ങൾ ഫ്യൂച്ചർ പോകുന്തോറും ഇന്റർവെൻഷൻ റേഡിയോളജിസ്റ്റ് ആരാണെന്നും ആ ഡോക്ടർ എന്ത് സ്പെഷ്യാലിറ്റി ആണെന്നും കൂടുതൽ പബ്ലിക് അറിഞ്ഞു തുടങ്ങും. ഇന്ന് അറിഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ. കാരണം വളരെ കുറച്ച് ഹോസ്പിറ്റൽസിലെ ഇപ്പോൾ ഈ സർവീസസ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇന്ന് ഇന്റർവെൻഷൻ റേഡിയോളജിസ്റ്റിന്റെ നമ്പർ ഇന്ത്യയിൽ കുറവാണ്. പക്ഷെ കൂടുതൽ ആൾക്കാർ ഇന്റർവെൻഷൻ റേഡിയോളജി എടുത്തു തുടങ്ങുന്നു, അവർ പഠിച്ചു തുടങ്ങുന്നു. പല ഹോസ്പിറ്റൽസിലും ഈ സർവീസസ് ആവശ്യമായിട്ട് വരുന്നതുകൊണ്ട് അവരവിടെ ജോയിൻ ചെയ്ത് തുടങ്ങുന്നു. ഫ്യൂച്ചർ പോകുന്നതോറും ഇന്റർവെൻഷൻ റേഡിയോളജി ഒരു സബ്ജക്റ്റായിട്ട് നിങ്ങൾ എല്ലാവരും ഇന്റർവെൻഷൻ റേഡിയോളജിനെ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. വളരെ സിമ്പിൾ ആയിട്ട്, ഒരു അസുഖം സിമ്പിൾ അല്ല എങ്കിലും വളരെ സ്ട്രേറ്റ് ഫോർവേഡ്. ഒരു ബോഡിയിൽ പല കലക്ഷൻസ്, ബയോപ്സീസ് മുതൽ ബ്രെയിനിൻ്റെ ഉള്ളിൽ വരുന്ന അന്യൂറിസംസ്, സ്ട്രോക്ക് വരെ ഇന്റർവെൻഷൻ റേഡിയോളജി വഴി നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫ്യൂച്ചർ പോകുന്നതോറും ഈ അസുഖങ്ങളെല്ലാം വരാതിരിക്കട്ടെ. പക്ഷെ വരുവാണെങ്കിൽ ട്രീറ്റ്മെന്റിന് വേണ്ടി ഇന്റർവെൻഷൻ റേഡിയോളജിക്ക് വലിയ റോൾ ഉണ്ടാവുമെന്ന് ഷുവറാണ്.